ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലൻ ദേവിയെ വിളിച്ച് രാത്രിക്ക് രാത്രി ഒരു കാര്യം പറയണമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോരുക. അപ്പോൾ ദേവി ചോദിച്ചു, എന്താ ബാലേട്ട, എന്താ പറയാനുള്ളതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ ഈ പറയുന്ന കാര്യം തനിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തനിക്ക് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ബാലൻ ഒരു മുഖവുരയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങുന്നത്. ബാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ അനുസരിച്ചിട്ടുണ്ടെന്നും താൻ എൻ്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ടെന്നും ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കും താൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, ഇത്രയും കാലം ബാലേട്ടൻ്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടായിരുന്നില്ലേ, ഇനി അങ്ങോട്ടും എല്ലാത്തിനും ഞാൻ ഉണ്ടാവില്ലേ, എന്തിനാ ബാലേട്ട ഇങ്ങനെ ഒരു മുഖവുരയൊക്കെ എന്ന നേരം ചോദിച്ചു ഭാര്യയായ ദേവി. അപ്പോഴേക്കും തന്നോട് ഞാൻ ചെയ്തിട്ടുള്ളതൊന്നും മര്യാദയല്ലെന്നും എല്ലാം മര്യാദകേടാണെന്നും അതിന് തനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് വിധിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്, എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഈ ജീവിതത്തിൽ ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കാത്തുവെക്കാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ശല്യമാകാതെ ഓരോരുത്തർക്ക് വേണ്ടത് അവരവർക്ക് തന്നെ കൊടുത്തിട്ട് നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞു. യാത്ര പോവേ? ഒരു യാത്ര പോകാം, അതും ഒരു നീണ്ട യാത്ര. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയിലേക്ക് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ദേവി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക. എന്തൊക്കെ ഈ ബാലേട്ടൻ പറയണേ എന്നുള്ളൊരിതിൽ. തിരിച്ചു വരാത്തൊരു യാത്രയോ? ബാലേട്ടൻ എന്താ ഈ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ദേവി, മറ്റാരും നമുക്ക് സ്വന്തമല്ല, ഒന്നും നമുക്ക് സ്വന്തമല്ല. ഈ തറവാടോ നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരും നമുക്ക് സ്വന്തമല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. ദേവി ചോദിച്ചു, ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര എന്ന് പറയുമ്പോൾ മരണമാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ബാലൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ബാലൻ അന്നേരം ദേവിയോട് പറഞ്ഞു, അതെന്ത് വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം, എങ്ങനെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണമെന്നോ തനിക്ക് തീരുമാനിക്കാം, ആർക്കും ഒരു ബാധ്യതയാകാതെ നമുക്കിവിടെ നിന്ന് പടിയിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ഒന്നും മിണ്ടിയില്ല. ദേവി ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ച് ഇങ്ങനെ നിന്നുപോയി. കാരണം മരണമാണ് ബാലൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ദേവിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. പക്ഷേ അത് ബാലൻ അങ്ങ് തുറന്ന് ദേവിയോട് സമ്മതിക്കുന്നതുമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഒരു നിമിഷത്തേക്ക് എന്താ പറയുന്നത്, സകലതും ചലിക്കാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ദേവി ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാലൻ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ദേവി അവിടെ നിന്ന് സങ്കടത്തോടെ നിൽക്കുക. അപ്പോൾ ബാലേട്ടൻ പറയുന്ന എന്തിനും താൻ തയ്യാറാണെന്നും അതിനി മരിക്കാനാണെങ്കിലും താനുണ്ടാകും കൂടെയെന്നും പറഞ്ഞുകൊണ്ട് ബാലനോട് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് ദേവി. ബാലേട്ടനില്ലാത്ത ഈ ലോകത്ത് അല്ലെങ്കിൽ ബാലേട്ടന് സ്ഥാനം ഇല്ലാത്തടത്ത് ഒരിക്കലും ഈ ദേവി ഉണ്ടാകില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ബാലൻ ദേവിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. കാരണം നശിച്ചു പോയൊരു ജീവിതമായി പോയി ദേവി എന്ന പെണ്ണിൻ്റേത്. ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഒരു ജീവിതം, ഒരു സന്തോഷമായൊരു ജീവിതം കൊടുക്കാൻ ഇന്നുവരെ ബാലിന് സാധിച്ചിട്ടില്ല. ഒരമ്മയാകാനുള്ള ഭാഗ്യം, ഒരു സന്തോഷം നിറഞ്ഞൊരു കുടുംബം ഉണ്ടാക്കാനുള്ള ഭാഗ്യം, ഇതൊന്നും ദേവിക്ക് ഉണ്ടായിട്ടില്ല. അതെല്ലാം നിഷേധിച്ച് കളഞ്ഞവനാണ് ബാലൻ. ആ ഒരു കുറ്റബോധത്തിൽ ദേവിയെ കെട്ടിപ്പിടിച്ചതേ പൊട്ടിക്കരയുന്നു. ഇത്രയും കാലമായിട്ട് ദേവിയുടെ ജീവിതം ശൂന്യമാക്കിയതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ദേവിയുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയും കൂടിയാണ് ബാലൻ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ദേവിയുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തി ബാലൻ ചെയ്യുമ്പോൾ കണ്ണുമടച്ചത് സമ്മതിക്കുകയാണ് നമ്മുടെ ദേവി. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ സംഭവിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് രാവിലെയായി, നേരം വെളുത്തപ്പോഴത്തേക്കും ശങ്കരമാമ തറവാട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ശങ്കരമാമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലനും ദേവിയും കൂടെ വലിയ കാര്യമായിട്ടൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ ശിവനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു അമ്മാമ്മയുടെ വരവിൻ്റെ ആ ഒരു ഉദ്ദേശം അറിയാതെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോഴേക്കും, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു ദേവിയോടും ബാലനോടും. അപ്പോൾ എന്താ അമ്മാമ്മ പതിവില്ലാതെ എന്താ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം, ഞാൻ അഞ്ജുവിൻ്റെ കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞാൻ ശിവനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശിവൻ നിങ്ങളോട് സംസാരിക്കാനാണ് പറഞ്ഞതെന്നുള്ള കാര്യം അമ്മാമ്മ പറയാം. എന്താ അമ്മാമ്മയെ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു ബാലൻ. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ വീതം വെപ്പും കാര്യങ്ങളും മറ്റും ഇതെല്ലാം വരാൻ പോവുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, അഞ്ജുവിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ടല്ലോ ബാല. അപ്പോൾ തറവാട്ടിൽ ആൾക്കാരുണ്ടെങ്കിലും അല്ലേ നമുക്ക് ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ മുറയ്ക്ക് നടത്താനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ അമ്മാമ്മയെ കുഴപ്പം? ചടങ്ങ് മുറയ്ക്ക് നടത്തുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ, സാന്ത്വനം കുടുംബം ഇങ്ങനെ പല വഴിക്ക് പിരിഞ്ഞു പോകാനുള്ളതാണെന്ന് ഉള്ളിൽ കിടക്കുക. അപ്പോഴേക്കും ഞാൻ ഇന്ന പോലെ ഇങ്ങനെ നോക്കിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് ആ മാസത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ അതിച്ചിരി നേരത്തെ ആണെങ്കിലും നടത്താവുന്നതേ ഉള്ളൂ. പിന്നെ സാവിത്രിയും പറഞ്ഞു, എന്താണെങ്കിലും അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകലും ചടങ്ങുകളൊക്കെ നടത്തണം. അപ്പോൾ പിന്നെ അത് കുറച്ച് നേരത്തെ ആവുകയാണെങ്കിൽ ആർക്കും പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ബാലൻ്റെയും ദേവിയുടെയും അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ
ദേവി ഇങ്ങനെ ബാലനെ നോക്കുന്നു, ബാലൻ ദേവിയെ നോക്കുന്നു. അപ്പോൾ അമ്മാമ്മ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഈ വീട്ടിലില്ല. എല്ലാം പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ കൂടിപ്പോയ ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാകും. അമ്മാമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ദേവിയും പറഞ്ഞു, അമ്മാമ്മയുടെ ഉള്ളിലെ പേടിയും വെപ്രാളവും അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. അമ്മാമ്മ അതൊന്നും ഓർത്ത് വെപ്രാളം കൊള്ളുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. മുറ പോലെ അഞ്ജുവിനെ 7ാം മാസത്തിൽ ഈ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോയാൽ മതി. അതിൻ്റെ ചടങ്ങുകൾ അതിൻ്റേതായ രീതിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മാമ്മ പേടിക്കുന്നത് പോലെ ഈ സാന്ത്വനം കുടുംബം വിട്ട് എൻ്റെ അനിയന്മാരെങ്ങോട്ടും പടിയിറങ്ങി പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതൊന്നും ഓർത്ത് അമ്മാമ്മ പേടിക്കേണ്ട. 7ാം മാസത്തിൽ നടത്തേണ്ട കാര്യങ്ങളെല്ലാം നടത്തി അതിൻ്റേതായ ഐശ്വര്യത്തിലും അതിൻ്റേതായ ആ ഒരു ചടങ്ങ് രീതികളിലും ഒക്കെ അഞ്ജുവിൻ്റെ കാര്യങ്ങൾ നടത്തിയാൽ മതി. എടുത്തു പിടിച്ചൊരു തീരുമാനം എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനും ദേവിയും കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ ചോദിച്ചു, ഇത്രയ്ക്ക് തറപ്പിച്ച് പറയാൻ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഉറപ്പായിട്ട് പറയാൻ എന്താ കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും വഴി തെളിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അമ്മാമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങളോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വന്നു. അമ്മാമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ടെന്ന് ബാലൻ പറയാം. അങ്ങനെ ബാലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മാമ്മയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. അമ്മാമ്മ ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാബിത്തിനോട് ഇന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോണു. അമ്മാമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ ദേവി എന്നും ചോദിച്ചുകൊണ്ട് ബാലൻ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ മക്കളെക്കുറിച്ചുള്ള ആദികൾ കൂടുതലാണെന്നും പറഞ്ഞ് ദേവി അന്നേരം ബാലനോടും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ആദ്യം പിടിക്കാനായിട്ട് മക്കളൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവർ ആരുടെയും ആരുമല്ലാതായി മാറിയിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ആദിയുടെ കാര്യമില്ല. ആ ഒരു മൈൻഡിലാണ് ഇപ്പം ബാലൻ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ദേവി അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അഞ്ജു അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അഞ്ജു വന്നിട്ട് അച്ഛൻ എന്തിനാ വന്നത്, അച്ഛൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പം നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. 7ാം മാസത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ട് പോവണ്ടേ, അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടത്തണം എന്നറിയാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജു ഇങ്ങനെ കസേര വലിച്ച് അവിടെ അങ്ങോട്ട് ഇരുന്നു. എന്താ അഞ്ജു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതെ, എന്നെ ദേവേജി അവരുടെ കൂടെ ഒന്നും പറഞ്ഞു വിടണ്ട. 7ാം മാസത്തിൽ നല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു അഞ്ജു. പോകുന്നില്ലെന്നോ? അങ്ങനെ പോകാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? പോയി ചടങ്ങുകളെല്ലാം നടത്തണ്ടേന്ന് ചോദിച്ചു. ഒരു ചടങ്ങ് നടത്തണ്ട. അതെ, എൻ്റെ കാര്യങ്ങളൊക്കെ ദേവേച്ചി നോക്കിയാൽ മതി, എന്നെ ദേവേച്ചി നോക്കിയാൽ മതി. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ ദേവേച്ചിയുടെ കൈകളിലേക്ക് വേണം ഏറ്റുവാങ്ങാനായിട്ട്. അതിനപ്പുറം മറ്റൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ഞാൻ എങ്ങോട്ടും പോകില്ലെന്നും പറഞ്ഞ് അഞ്ജു വാശി പിടിച്ചപ്പോൾ അങ്ങനെ വാശി പിടിക്കരുതെന്ന് പറഞ്ഞു ദേവി. അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിന്നിട്ടൊരു കാര്യമില്ല. ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ കയ്യിൽ ഏറ്റുവാങ്ങേണ്ട ആൾ ഞാനല്ലെന്നും അത് നിൻ്റെ അച്ഛനും അമ്മയാണെന്നും ആ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞായിട്ട് വളരണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ദേവി ഇങ്ങനെ പറയാം. അപ്പോൾ അപ്പു ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ ദേവേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പം അല്ല, അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ ശരി അഞ്ജു. നീ അങ്ങനെ ഒരിക്കലും അല്ലെങ്കിൽ കുഞ്ഞിനെ എനിക്ക് തരിക അങ്ങനത്തെ ചിന്താഗതികളൊന്നും പാടില്ല, ഒന്നും ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ അഞ്ജുവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.